നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ മാനനഷ്ട കേസ് നൽകി ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ മോശമായി ചിത്രീകരിച്ചുവെന്ന് കാട്ടിയാണ് പരാതി. യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലെ പരാമർശത്തിലാണ് ഹർജി. നവമി ദിനേശ് തന്നെ ചേരുന്നുണ്ട്. നവമി, എന്താണ് ഇക്കാര്യത്തിൽ നിലപാട്? എന്തായാലും ഈ പരാതിയിലും നിലപാടിലും മാറ്റമില്ലെന്ന് തന്നെയാണോ സാന്ദ്ര തോമസും വിശദീകരിക്കുന്നത്? സജിത്ത്, ഇന്നലെ ആയിരുന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അസോസിയേഷൻ സാന്ദ്ര തോമസിനെതിരെ ഒരു പരാതി നൽകിയത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഒരു ഓൺലൈൻ അഭിമുഖം നൽകിയതിൽ സാന്ദ്ര തോമസ് ഈ ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളർമാരെ വളരെ മോശമായി ചിത്രീകരിച്ചു. ഇതിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു അഭിഭാഷക മുഖേന എറണാകുളം സബ് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു. ഒരു പത്രക്കുറിപ്പിലൂടെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അറിയിക്കുകയായിരുന്നു. പക്ഷേ ഈ സാന്ദ്ര തോമസ് പറയുന്നത് ഇതിൽ നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ല. പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ മാറ്റമൊന്നുമില്ല. നിയമപരമായി തന്നെ ഇതിനെ പോരാടാനായി തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്കപ്പുറം തനിക്ക് ഇതിനുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കൂടി കിട്ടിയില്ല എന്നുകൂടി സാന്ദ്ര തോമസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ സാന്ദ്ര തോമസ് ചിത്രീകരിച്ചതെന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. നേരത്തെ തന്നെ സാന്ദ്ര തോമസിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം വലിയ വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സാന്ദ്ര തോമസ് ചില നിർമ്മാതാക്കൾക്കെതിരെ ഒരു അശ്ലീല പരാമർശം നടത്തിയെന്നതിന്റെ പേരിൽ ഒരു പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ സാന്ദ്ര തോമസിനെതിരെ വലിയ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ കുറ്റപത്രം അടക്കം കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. ഇതിന്റെ ഒരു പ്രതികാര നടപടിയായി തന്നെയാണ് സാന്ദ്ര തോമസ് ഇതിനെ കണക്കാക്കുന്നത്. തന്റെ അഭിപ്രായം അത് രേഖപ്പെടുത്തുമ്പോൾ അത് തനിക്കെതിരായിട്ട് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും തന്നെ ഒതുക്കുവാനുള്ളൊരു നടപടിയുമായിട്ടാണ് ഇതിനെയൊക്കെ കണക്കാക്കുന്നതെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാന്ദ്രയും തീരുമാനിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിനാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സംഘടനയാണ്, അവരാണ് പരാതിയുമായി സാന്ദ്രയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്.